എല്ലാവർക്കും നമസ്കാരം. ക്ലാസ് 8 ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ആൻഡ് ഐഡൻറ്റിറ്റീസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ഫസ്റ്റ് വീഡിയോയിൽ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ നമ്മൾ നൽകിയിട്ടുണ്ട്. ഓൾജിബ്രായിക് എക്സ്പ്രഷൻ്റെ എഡീഷനും സബ്സ്ട്രാക്ഷനും ചെറിയ രീതിയിൽ ഇവിടെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കോംപ്ലെക്സ് ഓൾജിബ്രായിക് എക്സ്പ്രഷൻസിൻ്റെ എഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷനാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. അതിന് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എക്സാമ്പിൾ നൽകിയിട്ടുണ്ട്. അത് നമ്മൾക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. 7x സ്ക്വയർ മൈനസ് 4x പ്ലസ് 5 ആൻഡ് 9x മൈനസ് 10. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പ്രോബ്ലം തന്നെയാണ്. അത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. 7x സ്ക്വയർ മൈനസ് 4x പ്ലസ് 5 ആൻഡ് 9x മൈനസ് 10. ഇത് റോ ആയിട്ട് എഴുതുക രണ്ടും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ലൈക്ക് ടേംസ് താഴെ വരുന്ന രീതിയിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക. ഇവിടെ നമ്പേഴ്സിന് തൊട്ട് താഴെ തന്നെയാണ് നെക്സ്റ്റ് എക്സ്പ്രഷൻ്റെ നമ്പേഴ്സ് വരുന്നത്. അതേപോലെ എക്സ് വരുന്ന അത് സെക്കൻഡ് എക്സ്പ്രഷനിലെ എക്സും ആ രീതിയിൽ തന്നെ ലൈക്ക് ടേംസ് തൊട്ട് താഴെയായിട്ട് വരുന്ന രീതിയിലാണ് എഴുതുന്നത്. ഇവിടെ 7x സ്ക്വയറിൻ്റെ ഒരു ടേം ഇവിടെ ഇല്ല, അതുകൊണ്ട് തന്നെ ഇവിടെ ബ്ലാങ്ക് ആയിട്ട് വിടുകയാണ്. ഇത് തമ്മിൽ ആഡ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നെഗറ്റീവും പോസിറ്റീവും സൈൻ വന്നാൽ എങ്ങനെ ആഡ് ചെയ്യാം, അതൊക്കെ മുന്നേ പഠിച്ച കാര്യങ്ങളാണ്. അത് നമ്മൾക്ക് ഇവിടെ ഒന്ന് നോക്കാം. പ്ലസ് 5 മൈനസ് 10. ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും ആകുമ്പോൾ എങ്ങനെ എഡീഷൻ നടത്താം എന്നുള്ളത് നമ്മൾ പഠിച്ച കാര്യമാണ്. നമുക്കത് നോക്കാം. പ്ലസ് 5 മൈനസ് 10. പോസിറ്റീവ് നമ്പറായ 5 പ്ലസ് നെഗറ്റീവ് സൈൻ വരുന്ന 10 തമ്മിൽ എങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. 5ഉം 10ഉം തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ മൈനസ് 10ഉം തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഏതാണോ വലിയ നമ്പർ ആ നമ്പറിൻ്റെ സൈൻ നോക്കുക. ആ സൈനായിരിക്കും നമ്മൾക്ക് ആൻസറിൽ വരുന്നത്. ഇവിടെ 10 ആണ് വലിയ നമ്പർ, അതുകൊണ്ട് തന്നെ 10ൻ്റെ സൈനായിരിക്കും ആൻസറിൽ വരുന്നത്. പിന്നെ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. 10 മൈനസ് 5 എത്രയാണ് ആൻസർ? 5. അപ്പോൾ ആൻസർ മൈനസ് 5 ആണ് വരിക. ഒരു നെഗറ്റീവ് സൈനും പോസിറ്റീവ് സൈനും തമ്മിലുള്ള നമ്പേഴ്സ് ആഡ് ചെയ്താൽ എന്ത് ചെയ്യണം? അവയെ മൈനസ് ചെയ്യണം. അതുപോലെ തന്നെ ഏതാണോ വലിയ നമ്പർ ആ നമ്പറിൻ്റെ സൈനാണ് ആൻസറിൽ കൊടുക്കേണ്ടത്. ഇവിടെ 10 മൈനസ് 5. ദെൻ ഏതാണോ വലിയ നമ്പറായിട്ട് വരുന്നത്, ഇവിടെ 10 ആണ് വലിയ നമ്പർ വരുന്നത്, അതുകൊണ്ട് തന്നെ അതിൻ്റെ സൈൻ മൈനസ് ആണ്, നെഗറ്റീവ് സൈനാണ്. ആ നെഗറ്റീവ് സൈനാണ് ഇവിടെ ചേർക്കേണ്ടത്. അപ്പോൾ ആൻസർ മൈനസ് 5. ദെൻ നെക്സ്റ്റ് ടേം ഏതാണ്? മൈനസ് 4x പ്ലസ് 9x. ഇവിടെയും എക്സ് മൈനസ് 4x പ്ലസ് 9x. ഇവിടെയും മൈനസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നമ്പേഴ്സ് തമ്മിൽ മൈനസ് ചെയ്യുകയാണ് വേണ്ടത്. കാരണം ഒന്ന് നെഗറ്റീവും മറ്റേത് പോസിറ്റീവുമാണ്. അപ്പോൾ 9 മൈനസ് 4 ഈസ് 5. ദെൻ ഏതാണോ വലിയ നമ്പർ? 9 ആണ് വലിയ നമ്പർ, അതുകൊണ്ട് തന്നെ അതിൻ്റെ സൈനായ പോസിറ്റീവ് സൈനാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ പ്ലസ് 5 തന്നെയാണ് വേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ വേരിയബിൾസ് വരുന്ന ടേം ആൾജിബ്രായിക് ടേം പ്ലസ് ചെയ്യേണ്ടതും മൈനസ് ചെയ്യേണ്ടതും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ വേരിയബിൾസ് എക്സ് ആണ്, പൊതുവായിട്ട് വേരിയബിൾ എക്സ് ആണ് വരുന്നത്. ലൈക്ക് ടേം മാത്രമേ നമുക്ക് അഡീഷനും സബ്സ്ട്രാക്ഷനും ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ എക്സ് എന്നുള്ള വേരിയബിൾ വരുന്ന 2 ടേമാണ്. അതുകൊണ്ട് തന്നെ ഇവ ലൈക്ക് ടേം ആണ്. അതിനാൽ എക്സ് പൊതുവായിട്ട് എടുക്കുക. വേരിയബിൾസിന് ചേഞ്ച് വരുന്നില്ല. എക്സ് അതുപോലെ തന്നെ എഴുതുക. നമ്പേഴ്സിനെ മാത്രമേ നമ്മൾ ആഡ് ചെയ്യുകയും സബ്സ്ട്രാക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ ആൻസർ 5x.
ആൻസർ 5x. സൈൻ പോസിറ്റീവാണ്. പ്ലസ് 5x. പിന്നെ 7x² ഇവിടെ ബ്ലാങ്ക് ആണ്, അതുകൊണ്ട് തന്നെ 7x² ആ രീതിയിൽ തന്നെ എഴുതാം. അപ്പോൾ ആൻസർ 7x² പ്ലസ് 5x മൈനസ് 5. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. നോക്കാം. 2 എക്സ്പ്രഷൻസ് വരുന്ന ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇതിന് മുന്നേ ചെയ്തത്. ഇവിടെ 3 എക്സ്പ്രഷൻ എങ്ങനെ ആഡ് ചെയ്യാം എന്ന് നോക്കാം. ഇത് 2 എക്സ്പ്രഷൻ ചെയ്യുന്ന രീതിയിൽ തന്നെ 3rd എക്സ്പ്രഷൻ ആയാലും അതിന് കൂടുതലായാലും അതിൽ ചേഞ്ച് ഒന്നുമില്ല. എങ്കിലും നമ്മൾക്കൊരു എക്സാമ്പിൾ എടുത്ത് ഇവിടെ ചെയ്ത് നോക്കാം. 7xy plus 5yz minus 3zx. ദ ഫസ്റ്റ് എക്സ്പ്രഷൻ അതേ രീതിയിൽ എഴുതുക. തൊട്ട് താഴെയായിട്ട് ലൈക്ക് ടേംസ് വരുന്ന രീതിയിൽ ബാക്കി 2 എക്സ്പ്രഷൻ്റെയും ലൈക്ക് ടേംസിനനുസരിച്ച് റോയിൽ തന്നെ നമ്മൾക്ക് എഴുതാൻ ശ്രമിക്കണം. ഇവിടെ സെക്കൻഡ് എക്സ്പ്രഷനിൽ yz എന്നുള്ള വേരിയബിൾ വരുന്ന ടേംസ് ഫസ്റ്റ് എക്സ്പ്രഷൻ്റെ yz വരുന്ന വേരിയബിൾസിന് തൊട്ട് താഴെയായിട്ട് തന്നെ എഴുതാൻ ശ്രമിക്കുക. ഇവിടെ 5yz പ്ലസ് അതേ രീതിയിൽ തന്നെ ഇവിടെ 4 പ്ലസ് 4yz തൊട്ട് താഴെ തന്നെയാണ് എഴുതുന്നത്. അതുപോലെ 9zx എന്നുള്ള വേരിയബിൾ ഫസ്റ്റ് എക്സ്പ്രഷനിലുണ്ട്, അതുകൊണ്ട് തന്നെ -3zx എന്നുള്ള വേരിയബിൾ ആ ടേമിന് തൊട്ട് താഴെയായിട്ട് 9zx എന്നുള്ള ടേം എഴുതി. ദെൻ -4y എന്നുള്ള ടേമാണ് ഇവിടെ ഉള്ളത്. അതിന് സമമായിട്ടുള്ള അതിന് ലൈക്കായിട്ടുള്ള ഒരു ടേം ഫസ്റ്റ് എക്സ്പ്രഷനിലില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ കുറച്ച് സ്പേസ് വിട്ടിട്ടാണ് y എന്നുള്ള വേരിയബിൾ വരുന്ന ടേം എഴുതുന്നത്. ബിക്കോസ് ഇവിടെ എക്സ് എന്നുള്ള വേരിയബിൾസ് വരാൻ ചാൻസ് ഉണ്ട്. ദെൻ ഇവിടെ ഇനി എക്സ് എന്നുള്ള വേരിയബിൾസ് വരുന്ന ടേം എഴുതാനുള്ള ഒരു സ്പേസ് വിട്ടിട്ടുണ്ട്. ബിക്കോസ് 3rd എക്സ്പ്രഷനിൽ എക്സ് എന്നുള്ള ടേമുണ്ട്, എക്സ് വേരിയബിൾ വരുന്ന ടേമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് സ്പേസ് വിട്ടതിന് ശേഷമാണ് -4y എന്നുള്ള ടേം എഴുതിയത്. ദെൻ നെക്സ്റ്റ് എക്സ്പ്രഷനിലെ ടേംസ് എഴുതാൻ നോക്കാം. -2xy ഓൾറെഡി ഫസ്റ്റ് എക്സ്പ്രഷനിൽ xy എന്നുള്ള വേരിയബിളിലുള്ള ടേം ഉണ്ട്, അതുകൊണ്ട് തന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് -2xy എന്നുള്ള വേരിയബിൾ എഴുതാം. ദെൻ yz എന്നുള്ള ടേം 3rd എക്സ്പ്രഷനിലില്ല, ബട്ട് -3zx എന്നുള്ള വേരിയബിൾ വരുന്ന ടേം ഉണ്ട്, അത് -3zx അത് തൊട്ട് താഴെയായി zx എന്നുള്ള ടേം വരുന്ന ടേമിൻ്റെ തൊട്ട് താഴെയായിട്ട് -3zx എന്ന് എഴുതാം. ദെൻ +5x അതിനുശേഷം +5x എന്ന് എഴുതാം. എക്സ് വേരിയബിൾ വരുന്ന രണ്ട് എക്സ്പ്രഷനിലും അങ്ങനെ ഒരു ടേമില്ല. സോ +5x ഇതിന് മാത്രമേ ആ ടേമുള്ളൂ. ദെൻ എന്ത് ചെയ്യാം, നമുക്കിവ ആഡ് ചെയ്യാം. -4yക്ക് വേറൊരു ടേമും ആഡ് ചെയ്യാനില്ല. സോ ആൻസറിലും എന്ത് ചെയ്യണം, -4y തന്നെ എഴുതണം. സോ -4y. ദെൻ നെക്സ്റ്റ് 5x. എക്സ് വേരിയബിൾ ആയിട്ടുള്ള ഒരു ടേം ഇല്ല, അതുകൊണ്ട് തന്നെ +5x അതേ രീതിയിൽ നമ്മൾക്ക് ഇറക്കി എഴുതാം. 5x +5x. ദെൻ നെക്സ്റ്റ് zx എന്നുള്ള വേരിയബിൾ വരുന്ന ടേംസുകൾ തമ്മിൽ ആഡ് ചെയ്യാം. വേരിയബിൾസ് ആഡ് ചെയ്യുമ്പോഴും സബ്സ്ട്രാക്റ്റ് ചെയ്യുമ്പോഴും വേരിയബിൾസ് എപ്പോഴും ആൻസറിൽ ആ ക്വസ്റ്റ്യനിലുള്ള വേരിയബിൾസ് തന്നെയായിരിക്കും. ബിക്കോസ് അതിനൊരു ചേഞ്ചും വരുന്നില്ല, അതിൻ്റെ കോയിഫിഷ്യൻ്റ് മാത്രമാണ് ആഡ് ചെയ്യുകയും സബ്സ്ട്രാക്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ഇവിടെ zx എന്നുള്ള വേരിയബിളാണ്, ആ zx എന്നുള്ള വേരിയബിൾ ആൻസറിൽ ഇറക്കി എഴുതുക. zx. ദെൻ കോയിഫിഷ്യൻറ്റ് zx വേരിയബിളിൽ ഇവയുടെ കോയിഫിഷ്യൻറ്റ് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്താൽ മാത്രം മതി. ഇവിടെ നമ്പേഴ്സ് വരുന്നത് -3 +9
3. ഈ 3 നമ്പേഴ്സുകൾ തമ്മിൽ ആഡ് ചെയ്യുകയാണ് വേണ്ടത്. -3 + 9. ഒരു നമ്പർ പോസിറ്റീവും മറ്റൊരു നമ്പർ നെഗറ്റീവുമായാൽ അവ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ അവയെ മൈനസ് ചെയ്യുകയാണ് വേണ്ടത്. ദെൻ അതിലേത് നമ്പറാണോ വലുത് അതിൻ്റെ സൈനും കൂടെ ചേർക്കുക ആൻസറിൽ. Therefore 9 - 3. 9 - 3 is 6. Then 9 ഇവിടെ പോസിറ്റീവാണ്, അതുകൊണ്ട് തന്നെ സൈൻ എന്തായിരിക്കും? +6 ആയിരിക്കും. ദെൻ ഏത് ആഡ് ചെയ്യണം? +-3. -3. That is 6 - 3. 6 - 3 is 3. ഇവിടെ പ്ലസും മൈനസുമാണ്. ഇതേ രീതിയിൽ 6 - 3 തന്നെയാണ് ഇവിടെ അഡീഷനും ഇതേ രീതിയിൽ തന്നെയാണ് വരുന്നത്. Therefore answer is 3zx plus 3zx. Then yz എന്നുള്ള വേരിയബിൾ വരുന്ന ടേംസുകൾ തമ്മിൽ ആഡ് ചെയ്യാം. ഇവിടെ പോസിറ്റീവ് തന്നെയാണ് സൈൻ, അഡീഷനാണ്, വേറെ നെഗറ്റീവ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ ആഡ് ചെയ്യുകയാണ് വേണ്ടത്. yz എന്നുള്ള വേരിയബിൾ ഇറക്കി എഴുതുക. 5 + 4 is 9. Next one 7xy plus -2xy. ആൻസറിൽ വേരിയബിൾ xy. then നമ്പർ തമ്മിൽ ആഡ് ചെയ്യുക. 7 മൈനസ് പ്ലസ് -2. 7 plus -2. That is 7 - 2 is 5. Therefore 5xy plus 9yz plus 3zx plus 5x minus 4y. ആൻസർ ഇതാണ് ഇതിൻ്റെ ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സബ്സ്ട്രാക്ഷൻ ആണ്. സബ്സ്ട്രാക്ട് ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. സബ്സ്ട്രാക്ട് 5x² - 4y² plus 6y - 3 ഫ്രം ഇതിൽ നിന്നാണ് 7x² - 4xy plus 8y² plus 5x - 3y. ഈ എക്സ്പ്രഷനിൽ നിന്നും 5x² - 4y² plus 6y - 3 എന്നുള്ള എക്സ്പ്രഷൻ സബ്സ്ട്രാക്ട് ചെയ്യണം. That is 7x² - 4xy plus 8y² plus 5x - 3y minus ഏത് സബ്സ്ട്രാക്ട് ചെയ്യണം? മൈനസ് ഓഫ്. ബിക്കോസ് മൈനസ് ഓഫ് എന്ന് എഴുതാണ്ട് എഴുതിയിട്ടില്ലെങ്കിൽ ഇതിന് മാത്രം മൈനസ് ആണ് എന്ന് നമ്മൾ വിചാരിക്കും. ദാറ്റ് ഈസ് -5x² മാത്രമേ വരുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നത്. മൈനസ് ഹോൾ 5x² - 4y² plus 6y - 3. ഇതിൽ നിന്നാണ് മൈനസ് ചെയ്യേണ്ടത്. ദെൻ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്, ഒരു 2 നമ്പേഴ്സുകൾ തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ അതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് തമ്മിൽ ആഡ് ചെയ്താൽ മതി എന്നുള്ളത്. ഇപ്പോൾ 7 - 2 ആണെങ്കിൽ അവയുടെ അഡിറ്റീവ് 2ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് കൊണ്ട് 7 ആഡ് ചെയ്താൽ മതി. 7നെ ആഡ് ചെയ്താൽ ആൻസർ സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് 7 plus 2ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ഏതാണ്? -2. 2ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് -2 ആണ്. ദാറ്റ് ഈസ് 7 plus -2 ഈസ് 5. ഈ രീതിയിലാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ നേരിട്ട് തന്നെ മൈനസ് ചെയ്യേണ്ട ആ ഒരു മെത്തേഡ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല. ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്തിട്ടാണ് ഇത് സോൾവ് ചെയ്യുന്നത്, ഈ എക്സ്പ്രഷൻസ് സോൾവ് ചെയ്യുന്നത്. സോ -5x² പ്ലസ്, അതായത് മൈനസ് ചെയ്യുന്നതിന് പകരം അഡിറ്റീവ്
ഇൻവേഴ്സിനെ കൊണ്ട് ആഡ് ചെയ്താൽ മതി എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ 7x² മൈനസ് 4xy പ്ലസ് 8y സ്ക്വയർ പ്ലസ് 5x മൈനസ് 3y പ്ലസ് മൈനസ് 5x സ്ക്വയർ. 5ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സാണ് -5. ദെൻ 4ൻ്റെ മൈനസ് 4ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ഏത് വരും? +4 ആണ്. ദറ്റ് ഈസ് +4y സ്ക്വയർ. ദെൻ +6 എന്തായി മാറും? അഡിറ്റീവ് ഇൻവേഴ്സ് -6 ആയി മാറും. ദെൻ -3 ഈസ് +3. ഈ രീതിയിലാണ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. അത് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ദെർഫോർ ഇതിനുശേഷം എന്ത് ചെയ്യും? നമ്മൾ മുന്നേ ചെയ്ത പോലെ ആഡ് ചെയ്യുന്ന എക്സ്പ്രഷൻസ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണോ അതേ രീതിയിലാണ് ബാക്കി നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത്. ദറ്റ് ഈസ് 7x² മൈനസ് 4xy പ്ലസ് 8y സ്ക്വയർ പ്ലസ് 5x മൈനസ് 3y. ദെൻ സെക്കൻഡ് എക്സ്പ്രഷനിൽ 3 എന്നുള്ള ടേമാണ്. 3 എന്നുള്ള ടേംസിൽ ഫസ്റ്റ് എക്സ്പ്രഷനിൽ അതിന് സമമായിട്ടുള്ള ടേംസ് ലൈക്ക് ടേം ആയിട്ടുള്ള നമ്പേഴ്സ് മാത്രമുള്ള ഒരു ടേമില്ല. അതുകൊണ്ട് തന്നെ +3 ഇവിടെ എഴുതുക. ദെൻ y എന്നുള്ള വേരിയബിൾ വരുന്ന ലൈക്ക് ടേംസ് 3yക്ക് തൊട്ട് താഴെ തന്നെ -6y ഇവിടെ എഴുതാം. ദെൻ x വേരിയബിൾ വരുന്ന ഒരു ടേം സെക്കൻഡ് എക്സ്പ്രഷനിലില്ല. അതുകൊണ്ട് തന്നെ അവിടെ സ്പേസ് വിടും. ദെൻ y സ്ക്വയർ എന്നുള്ള ടേം 4y സ്ക്വയർ സെക്കൻഡ് എക്സ്പ്രഷനിലുണ്ട്. ദറ്റ് ഈസ് +4y സ്ക്വയർ. ദെൻ -4xy xy എന്നുള്ള വേരിയബിൾ വരുന്ന ടേം സെക്കൻഡ് എക്സ്പ്രഷനിലില്ല. അതുകൊണ്ട് തന്നെ അവിടെ സ്പേസ് വിട്ടു. ദെൻ 7x². x² സമാന ലൈക്ക് ടേം ആയിട്ടുള്ളത് -5x². ദറ്റ് ഈസ് -5x². ദെൻ ഇവ തമ്മിൽ ആഡ് ചെയ്യുക. ഓക്കെ. ദെൻ +3 ആൻസർ +3 തൊട്ട് ഇറക്കി എഴുതുക. കാരണം വേറെ അഡീഷൻ അവിടെ ഇല്ല. -3y പ്ലസ് -6y വേരിയബിൾസിന് ചേഞ്ച് ഇല്ല. വേരിയബിൾസ് അതുപോലെ തന്നെ എഴുതുക. -3 പ്ലസ് -6. ഇവിടെ 2 നമ്പേഴ്സിൻ്റെയും സൈൻ നെഗറ്റീവാണ്. അതുകൊണ്ട് തന്നെ ഇവ ആഡ് ചെയ്ത് നെഗറ്റീവ് സൈൻ ആൻസറിൽ വരണം. ആഡ് ചെയ്യുമ്പോൾ 3 + 6 ഈസ് 9. ദെൻ സൈൻ എന്തായിരിക്കും? 2 നമ്പേഴ്സ് അതിൻ്റെ നെഗറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ സൈൻ നെഗറ്റീവ് തന്നെയായിരിക്കും. ദാറ്റ് ഈസ് ദ ആൻസർ -9. സോ ആൻസർ ഈസ് -9y. ദെൻ +5x. ഇവിടെ വേറെ ലൈക്ക് ടേം ഇല്ലാത്തത് കൊണ്ട് +5 അതേ രീതിയിൽ തന്നെ ഇറക്കി എഴുതാം. +5x +5x. then 8 + 4 എത്ര വരും? 12. ഇവിടെ പോസിറ്റീവ് നമ്പറാണ്. അതുകൊണ്ട് തന്നെ വേറെ സൈനൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. +12y². then next -4xy. ഓൺലി 1 ടേം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആൻസറിലും -4xy. x² എന്നുള്ള ടേം വേരിയബിൾസ് വരുന്ന 2 ടേംസ് ഉണ്ട്. അതുകൊണ്ട് 7 - 2 പ്ലസ് എന്നുള്ളത് -2. 7 - 5. 7 - 5 ഈസ് 2. 2x². The answer is 2x² minus 4xy plus 12y² plus 5x minus 9y plus 3. ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ സബ്സ്ട്രാക്ഷനും അഡീഷനും നമ്മൾ നോക്കി. നെക്സ്റ്റ് ക്ലാസ്സിൽ മൾട്ടിപ്ലിക്കേഷനെ കുറിച്ച് കൂടുതലായിട്ട് നോക്കാനുണ്ട്. മൾട്ടിപ്ലിക്കേഷൻ്റെ കൂടെ തന്നെ പോളിനോമിയൽ എന്താണ്, മോണോമിയൽ എന്താണ്, അതിനെക്കുറിച്ചുള്ള
അതും കൂടെ അതിൽ പറയാനുണ്ട്. താങ്ക് യു.